നാളെ VIP-കൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരടക്കമുള്ള നേതാക്കന്മാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇന്നും നിരവധി പേർ എത്തിയിരുന്നു. മന്ത്രിമാരടങ്ങുന്ന വലിയൊരു സംഘം ഇന്ന് എത്തിച്ചേർന്നിരുന്നു. കേരള ഗവർണർ എത്തിയിരുന്നു. ഈ മേപ്പാടി PHSയിൽ അടക്കം എത്തിയിരുന്നു. ഇപ്പോഴും ഇതിനകത്ത് ഈ മേപ്പാടി PHSക്കകത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉണ്ട്. ഇങ്ങനെ നിരവധി നേതാക്കന്മാർ, മന്ത്രിമാരുടെ സംഘങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. ഒപ്പം മുണ്ടക്കയിലെ കാര്യം പറയുകയാണെങ്കിൽ മുണ്ടക്കൈ എന്ന് പറയുന്ന ഗ്രാമം തന്നെ ഒലിച്ചില്ലാതായിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അവിടെ ഇനി അവശേഷിക്കുന്നത് 5 വീടുകൾ മാത്രമാണ്. ഇന്ന് മുണ്ടക്കൈയിലേക്ക് ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞു. രക്ഷാപ്രവർത്തകർക്കൊപ്പം ഇന്ന് ആദ്യം ആസിഫും പിന്നെ റാഫിയും ദേവനും മുണ്ടക്കൈയിലേക്ക് കടന്നു ചെന്നു. ദേവന് ഉറപ്പായും മുണ്ടക്കൈയിലെ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഇപ്പോഴുള്ളത് ദേവനാണ് നമുക്കൊപ്പം. ദേവൻ, മുണ്ടക്കൈയിൽ താങ്കൾ കണ്ട കാഴ്ചകൾ എങ്ങനെയായിരുന്നു? മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനം ഏത് തരത്തിലായിരുന്നു? ഇപ്പോൾ അത് പൂർണ്ണമായും അവസാനിച്ച മട്ടാണോ അവിടെയുള്ളത്? ലക്ഷ്മി, ഈ വയനാട് ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഉരുൾപൊട്ടലിന്റെ ഏറ്റവും വലിയ ഭീകരത അനുഭവപ്പെട്ട ആ ഒരു ദൃശ്യം കൂടുതലായി അനുഭവപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് മുണ്ടക്കൈ തന്നെയാണ്. ദേവനിലേക്ക് ഞാൻ ഇപ്പോൾ എത്താം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയാണ്. ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് മരണസംഖ്യ 246 ആയിരിക്കുന്നു. വലിയ ഒരു ഉയർന്ന സംഖ്യ തന്നെയാണ് ഇത്. മരണസംഖ്യ 246 ആയിരിക്കുന്നു. സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഉരുൾപൊട്ടൽ ചരിത്രത്തിൽ, മണ്ണിടിച്ചിൽ ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ ദുരന്തം എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. അത്രയധികമുണ്ട് ഈ മരണസംഖ്യ 246. തീർച്ചയായും ഈ മരണസംഖ്യ ഉയരുമോ എന്നുള്ള ആശങ്കയും ഈ ഘട്ടത്തിൽ ശക്തമാണ്. ദേവൻ, തുടരാം.